നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ അംബിക മാഡത്തിനും ദീപകിനും ഇത്രയും ക്രൂരത കാണിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു എനിക്ക് മനസ്സിലാവാത്ത. ഇതൊക്കെ എന്തോന്നും ക്രൂരത. പണ്ട് ആ പാവം പത്മാവതി മാഡത്തോട് എടാ, നിനക്കൊരു വാണിംഗ് അവൻ തന്നതാ. അവള് പോയി അമ്മേ. ഞാൻ ഈ നാട് മുഴുവൻ തെരഞ്ഞു, എന്റെ ഫ്രണ്ട്സിനെ വിട്ടു തെരയിച്ചു. അവളിവിടെ എങ്ങുമില്ല. അവളാ കുഞ്ഞായിട്ട് നാട് വിട്ടുപോയി. ഇനി ഒരിക്കലും വരില്ല. ആണോ? അക്കാര്യത്തിലൊരു സമാധാനമുണ്ട്. എടാ, പക്ഷെ നീ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാടാ? പിന്നെ സന്തോഷം വരുമ്പോ ആഘോഷിക്കണ്ടേ അമ്മേ? അവന്റെ ഒരു ആഘോഷം. നല്ലല്ലേ? ഇല്ല അമ്മേ, എനിക്ക് ഫുഡ് കഴിക്കണം. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോവാമോ? ഇനി ഫുഡ് കഴിക്കാൻ നീ വരണ്ട. നിനക്കുള്ള ഫുഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. നിനക്ക് എന്താ വേണ്ടേ? എന്താ ഇവിടെ ഉള്ളത്? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഉള്ളതെല്ലാം ഇങ്ങ് എടുത്തോണ്ട് വാ. അയ്യോ വിശക്കുന്നേ. ഇത്രയും ദിവസേ ടെൻഷൻ കാരണം ശരിക്കും ആഹാരം പോലും കഴിച്ചില്ല. അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇങ്ങ് കൊണ്ടുവാ. ഞാൻ കൊണ്ടുവരാം. നീ അനങ്ങാതെ ഇവിടെ ഇരിക്കേ, ഞാൻ എടുത്തോണ്ട് വരാം. ഓ എന്റെ ദൈവമേ. അവള് പോയി. ഇനി എനിക്ക് അവളുടെ ശല്യം ഉണ്ടാവില്ല. എന്തായാലും ഈ നാട്ടിൽ അവളില്ല. ദൂരെ എവിടെയെങ്കിലും ഉണ്ടോന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച അവളെ ആ കുഞ്ഞിനെ കൊത്തിക്കൊല്ലണം. അവളെ എനിക്ക് കൊല്ലണം. ഇഞ്ചിഞ്ചായി കൊല്ലണം. എന്നിട്ട് എനിക്ക് തലയും കുത്തി ഡാൻസ് കളിക്കണം. നിന്നെ ഞാൻ കണ്ടുപിടിക്കുവടി. എടി ദിവ്യ, അയ്യോ ദിവ്യ, അമ്മേ ഫുഡ് കൊണ്ടുവാ. അയ്യോ വിശക്കണേ, എനിക്ക് വിശക്കണേ. വീടൊക്കെ എങ്ങനെയുണ്ട്? ഹാള്, 2 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ കിണറും മോട്ടോർ കണക്ഷനും ഒക്കെ ഉണ്ട്. ഒരു കാലത്തും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. പിന്നെ AC-യുടെ ആവശ്യം ഉണ്ടാവില്ല. മുറിയിലൊക്കെ നല്ല തണുപ്പാ. പിന്നെ ഞാൻ പറഞ്ഞ അഡ്വാൻസ് 10,000 അല്ലേ? നാളെ രാവിലെ എത്തിക്കാം. പിന്നെ ചേച്ചി, വാടകയുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്? അയ്യോ, വാടക കുറയ്ക്കാൻ പറ്റത്തേ ഇല്ല. എഗ്രിമെന്റ് ഇല്ലാതെ ആരെയും ഞാൻ ഇതുവരെ എന്റെ വീട്ടിലേക്ക് താമസിപ്പിക്കാൻ അനുവദിച്ചിട്ടുമില്ല. പിന്നെ നിങ്ങൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടും ഇതൊരു കൊച്ചു കുഞ്ഞിനെയും കൂടെ താമസിപ്പിക്കാനുള്ള കാര്യമായതുകൊണ്ടുവാ. അല്ല, ഈ കൊച്ചിന്റെ കെട്ടിയോൻ എവിടെയാ? അദ്ദേഹം ഗൾഫിലാ. ഇനി 1 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരും. ഷോ, എന്ത് നല്ല കുഞ്ഞാ. ഈ കുഞ്ഞിനെ കാണാതെ അയാൾ എങ്ങനെ ഗൾഫിൽ ഇരിക്കുന്നോ എന്തോ. ശരി, നിങ്ങൾ ഇരിക്ക്. എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാ. ദിവ്യ, ഞാൻ പറഞ്ഞൊക്കെ നീ കേട്ടല്ലേ? ഒക്കെ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ പുറത്തേക്ക് കളയരുത്. നീ നിന്റെ കുഞ്ഞിന് വേണ്ടി ആലോചിക്കണം. നീ എന്നാൽ എന്ത് പണിയാ ദിവ്യ കാണിച്ചേ? നീ എന്തിനാ DNA റിപ്പോർട്ട് കീറി കളഞ്ഞത്? എനിക്കാകെ സ്വന്തമായിട്ടുള്ളത് പ്രായമായ രോഗിയായ ഒരമ്മയാ. ആ അമ്മയുടെ കഴുത്തിൽ കത്തിവെച്ച് ദീപക് എന്നെ ഭീഷണിപ്പെടുത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ദീപകിന്റെ സ്വഭാവം നിനക്കറിയില്ലേ? അവൻ നീ ആ DNA റിപ്പോർട്ട് കീറി കളയാൻ വേണ്ടി കാണിച്ച ഭീഷണി മാത്രമാണ് കത്തിയെടുക്കല്. മനസ്സിലായോ? അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്ന് മാത്രമേ കരുതിയുള്ളൂ. ദിവ്യേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി ആത്മഹത്യ ചെയ്യാൻ കാണിച്ചതുപോലുള്ള കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ഇനി ആവർത്തിക്കരുത്.
നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാലോ എപ്പോഴെങ്കിലും നീ എന്തെങ്കിലും അപകടത്തിലാണെന്ന് തോന്നിയാലോ അപ്പൊ തന്നെ നീ എന്നെ വിളിക്കണം. ഇനി ഒരു കാര്യത്തിലും സ്വന്തമായി തീരുമാനം നീ എടുക്കരുത്, മനസ്സിലായോ? ആഹാ, രണ്ടാളും എത്തിയല്ലോ. എന്താണ് പ്രശ്നം? ആ കുട്ടി എന്തിനാ DNA റിപ്പോർട്ട് നശിപ്പിച്ചേ? ഒന്നും പറയണ്ട അച്ഛാ. ആ ദീപക് ഉണ്ടാക്കി വെക്കുന്ന ഓരോ കുരുക്കള് മോന്റെ എല്ലാ ദുഷ്ടത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു അമ്മയും അവര് കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതായത്. ഓരോ അമ്മമാരും മക്കളെ നേർവഴിക്ക് നടത്താനാ ശ്രമിക്കണേ. അംബിക മാഡം നേരെ തിരിച്ചു. അത് വേണേട്ടും പറയുന്ന നേരാ. ആ അംബിയ മാഡം സ്നേഹം നടിച്ച് ആളുകളെ ദ്രോഹിക്കും. അമ്മേ, രതിക മാഡത്തിന്റെ അമ്മായിയെ കുറിച്ചായി പറയുന്നേ. സാരമില്ല പ്രിയച്ചി, രാധമ്മ പറഞ്ഞോട്ടെ. എനിക്കതില് ഒരു വിഷമവും ഇല്ല. അമ്മായിയുടെ സ്വഭാവവും ദീപകിന്റെ സ്വഭാവവും അടുത്തറിയാവുന്നവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. പക്ഷേ അവരുടെ സ്വഭാവം അറിയാത്ത ഒരാളാ വീട്ടിലുണ്ട്, നമ്മുടെ വർമ്മ സാറ്. അത് ശരിയാ. അമ്മായി എന്ത് പറഞ്ഞാലും അച്ഛൻ കണ്ണു അടച്ച് വിശ്വസിച്ചോളും. പാവം, ആ വലിയ മനുഷ്യനെ ഇങ്ങനൊരു കൂടപ്പറപ്പായി പോയല്ലോ. അതോർക്കുമ്പോഴേ ഒരു വിഷമം. അത് നീ പറഞ്ഞത് ശരിയാ. വർമ്മ സാറ് തങ്കപ്പെട്ട ഒരു മനുഷ്യനാ. ഇത്രയും ക്ഷമയും എളിമയും സഹനശക്തിയുള്ള ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആ അംബിക മാഡത്തിനും ദീപകിനും ഇത്രയും ക്രൂരത കാണിക്കാൻ എങ്ങനെ മനസ്സ് വരുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ എന്തോന്നും ക്രൂരത. പണ്ട് ആ പാവം പത്മാവതി മാഡത്തോട് പത്മാവതി മാഡോ? അതാരച്ച? അതോ ആ സംസാരത്തിനിടയിൽ ഞാൻ വേറെന്തോ ആലോചിച്ച് പറഞ്ഞതാ. പ്രായമായി വരുമ്പോ ഓരോരോ ഓർമ്മിപ്പിച്ചുകള്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എടേ, നീ ആ തോർത്തിനെടുത്തേ. ദേ, തല നല്ലതുപോലെ തോർത്തണേ. നേരം രാത്രിയായി. ജലദോഷം ചുമയൊന്നും വരുത്തി വെക്കരുത്. നീ പോടി, നീ ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. ഓ, അച്ഛാ, ആ എപ്പോഴാ ഈ മനുഷ്യന്റെ നിറം മാറുന്നെന്ന് അറിയാൻ പറ്റത്തില്ല. അല്ല രാധമ്മേ, വേണമെങ്കിലേ ആരെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് എന്താ നിർത്തിക്കളഞ്ഞ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.